സോ സിനിമയിൽ ശ്രീനിവാസന്റെ കൂടെ അഭിനയിക്കാനാണ് ഏറ്റവും കൂടുതൽ മോഹം. പക്ഷെ അത് ഇന്ന് വരെ നടന്നിട്ടില്ല. അതാരടുത്തും പറഞ്ഞിട്ടുമില്ല. അത് ശ്രീനിക്ക് അറിഞ്ഞും കൂടി. അല്ല, ശ്രീനേട്ടന് അറിയാതെ ഞാൻ ഒരിക്കൽ പറഞ്ഞു. കാരണം എനിക്ക് ശ്രീനേട്ടനോട് അഭിനയിക്കണം മുമ്പ്, കല്യാണത്തിനൊക്കെ മുമ്പ് ചെയ്ത് ഒരുപാട് കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ. അപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടാമത് വിനീത് വിളിക്കുമ്പോൾ വിനീത് ഇങ്ങനെ നിവിൻ്റെ അമ്മ, ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇടയ്ക്ക് വിനീതിൻ്റെ അമ്മയായിട്ടൊരു പടം ചെയ്തായിരുന്നു. അപ്പം ആ സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു. പിന്നെ ശ്രീനേട്ടൻ്റെ പേരായിട്ടല്ലെങ്കിലും ഒരു പടം ഞാൻ ചെയ്തിരുന്നു. സിദ്ദിഖയും ശ്രീനേട്ടൻ ഇവരൊക്കെ പോലീസ് ആയിട്ട്, ഞാൻ പേര് ഉറിയടി അങ്ങനെ ഒരു പടത്തില് ശ്രീനേട്ടന്റെ കോമ്പിനേഷൻ ചെയ്യാൻ പറ്റി. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ മോന്റെ അമ്മയായിട്ട് അഭിനയിച്ചു. ഇപ്പൊ ശ്രീനി വീണ്ടും അഭിനയിക്കാൻ ഇറങ്ങി, പൂർണ്ണ ആരോഗ്യവാനായി. എന്തായാലും ആ ആഗ്രഹം ഉടനെ തന്നെ നടക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഒരു ചോദ്യം, എല്ലാവരുടെ ജീവിതത്തിലും ഒരു ഷോക്കിംഗ് ന്യൂസ് ഉണ്ടാവും. എൻ്റെ ജീവിതത്തിലും ഉണ്ടാവാറുണ്ട്. ഈ ഇടയ്ക്ക് എനിക്ക് ഷോക്കിംഗ് ന്യൂസ് ആയത് സതീഷ് ബാബു പയ്യന്നൂർ പെട്ടെന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞു. അതുപോലെ തന്നെ കൊച്ചു പ്രമേട്ടൻ. കാരണം എനിക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. കൊച്ചു പ്രമേട്ടൻ എൻ്റെ അർദ്ധനാരി എന്നുള്ള ചിത്രത്തിൽ ഒരു ചെറിയ വേഷം കൊടുത്തു. ഞാൻ മനഃപൂർവ്വം ഇട്ടതാണ്, കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിന്. എന്താണ് ശ്രീലക്ഷ്മിയുടെ ന്യൂസ്? സങ്കടമായിട്ട് മീൻസ് അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഷോക്കിംഗ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് എൻ്റെ അമ്മയും അച്ഛനും രണ്ടുപേരും പോയത്. രണ്ടുപേരും ഈ പറഞ്ഞ പോലെ വളരെ വളരെ ആരോഗ്യമായിട്ടിരുന്നിട്ട് വിത്തിൻ സെക്കൻഡ്സ് മരിച്ചുപോയ ആൾക്കാരാണ് രണ്ടുപേരും. അപ്പം അതെനിക്ക് ആദ്യം അച്ഛൻ ആയിരുന്നു. അച്ഛൻ ടി വി കണ്ടുകൊണ്ട് രാവിലെ മാർക്കറ്റിലൊക്കെ പോയി സാധനമൊക്കെ മേടിച്ച്, സൺഡേ ആയിരുന്നു, കാപ്പി കുടിച്ചു. എല്ലാം രാവിലത്തെ അച്ഛൻ്റെ കുറേ ചിട്ടയും കാര്യങ്ങളും അതെല്ലാം കഴിഞ്ഞിട്ട് ടി വി കണ്ടുകൊണ്ടിരുന്നിട്ട് അമ്മ ഇങ്ങനെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ബ്രീത്തിൻ്റെ ഒരു സൗണ്ട് മാത്രം കേട്ടു. അച്ഛൻ്റെ ഒരു ചാരി കസേരയുണ്ട്, അതിൽ കിടന്നിട്ട് നോക്കുമ്പോഴേക്കും ആള് പോയി കഴിഞ്ഞു. അത്രയും സുഖമരണമാണ് അദ്ദേഹത്തിൻ്റെ. പക്ഷെ നമുക്കതൊരു, ഞാനന്ന് ചെന്നൈയിൽ പഠിക്കുന്ന സമയമായിരുന്നു. അപ്പം എന്നോട് അച്ഛന് സുഖമില്ല, ഹോസ്പിറ്റലാണെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് അന്ന് നമുക്ക് ഇന്നത്തെ പോലെ ഫ്ലൈറ്റ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ ബസ്സൊക്കെ പിടിച്ച്, ഫ്ലൈറ്റ് കിട്ടിയില്ല, പിന്നെ ഒരു ബസ് പിടിച്ച്, അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെ എത്തുമ്പോഴും എനിക്കറിയില്ല. എന്നെ എൻ്റെ കസിൻസാണ് വിളിക്കാൻ വരുന്നത് സ്റ്റേഷനിൽ. വീട്ടിൻ്റെ നമ്മുടെ ഒരു ജംഗ്ഷനൊക്കെ എത്തുമ്പോൾ നമുക്കറിയാലോ വണ്ടികൾ ഇങ്ങനെ, അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതെനിക്ക് അന്നും ഇന്നും അതുപോലെ തന്നെയാണ് എൻ്റെ അമ്മയും പോയത്. അമ്മ ഇപ്പോൾ പോയിട്ട് 4 വർഷമായി. അമ്മ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ബാക്ക് ബോൺ ആയിരുന്നു. എല്ലാവർക്കും അങ്ങനെയാണ്. പക്ഷെ എനിക്ക് ഈ മോൻ്റെ കാര്യങ്ങളൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് അമ്മ എനിക്ക് ഒരുപാട് എന്നെയും കാട്ടി ആരോഗ്യവതിയായിരുന്നു. അമ്മ ഈ പറഞ്ഞ പോലെ അമ്മ ടി വി കണ്ടിരിക്കുകയായിരുന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഗുളികയൊക്കെ കഴിച്ച് ടി വി കണ്ടുകൊണ്ടിരുന്ന ആൾ ഞാൻ ഉള്ളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മ സോഫയിൽ ഉറങ്ങണ പോലെ ഇരിക്കുക കഴിഞ്ഞിരുന്നു. അത് രണ്ടും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത് ഷോക്ക് തന്നെയാണ്. ഇപ്പോഴും ആലോചിക്കും. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അസുഖമുള്ള ഒരാളാണ്, അങ്ങനെ അത് ഭയങ്കര. പിന്നെ സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ഭൂതക്കണ്ണാടി. അത് അന്ന് ഞാൻ നേരത്തെ ചേട്ടൻ ചോദിച്ചില്ലേ ലോകത്ത് എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന്. ഞാൻ യൂറോപ്പിലായിരുന്നു, ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയതാണ്, ക്ലാസിക്കൽ ഡാൻസിന്റെ പ്രോഗ്രാമിന് വേണ്ടി. അപ്പൊ അവിടെ അന്ന് നമുക്ക് ഇങ്ങനെ എത്രയും വേഗം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അന്നിങ്ങനെ ആരോ ത്രൂ ഇങ്ങനെ ഫോണിൽ കൂടെ വിളിച്ചിട്ട്, ഞാൻ വീട്ടിൽ വിളിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ലോഹി സാറ് വിളിക്കാൻ പറഞ്ഞു. അന്ന് അമ്മയ്ക്കൊന്നും അറിയില്ല എന്താണെന്നുള്ളത്. ലോഹിസ്, ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ വിളിക്കാനാണ്? നമ്മൾക്ക് ചേട്ടനറിയാലോ, നമ്മൾ ആരുടെയെങ്കിലും ഒക്കെ വീടുകളിൽ നിന്ന് ചോദിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യം ഉണ്ടാവും നീ വിളിക്കുകയെന്ന് പറഞ്ഞു ഞാൻ. പക്ഷെ അന്ന് അവിടെ നിന്ന് ഇതുപോലെ ആരുടെയോ കൈയും കാലമൊക്കെ പിടിച്ച് സാറിൻ്റെ നമ്പർ ലാൻഡ് ലൈനല്ലേ ഉള്ളൂ. വിളിച്ചപ്പോൾ തന്നെ അടിച്ചല്ലടോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ സാർ? തനിക്ക് സ്റ്റേറ്റ് അവാർഡ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞില്ലേ എന്നല്ലോ. പക്ഷെ അതെനിക്കൊരു ഭയങ്കര ഷോക്കിംഗ്